Three rectangles are to be cut along the diagonals to make triangles, which are then rearranged to form regular pentagons as shown below. The sides of pentagon must be 30 cm. What should be the lengths of the sides of the rectangles? അതായത് താഴെ ഫിഗറിൽ 3 റെക്റ്റാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ 3 റെക്റ്റാങ്കിൾസ് ഡയഗണലി കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവ റീഅറേഞ്ച് ചെയ്തിട്ട് ഒരു റെഗുലർ പെൻറ്റഗൺ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. ഈ പെൻറ്റഗൻ്റെ സൈഡ്സ് ഒക്കെ എന്താണ്? 30 cm ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്ത റെക്റ്റാങ്കിൾ ഇല്ലേ, അതിൻ്റെ സൈഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പെൻറ്റഗണിനെ ABCDE എന്ന് നെയിം ചെയ്യാം. സൈഡ്സ്, ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സിന് നമുക്ക് AB എന്ന് കൊടുക്കാം. രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സിന് CD എന്ന് കൊടുക്കാം. മൂന്നാമത്തെ റെക്റ്റാങ്കിളും രണ്ടാമത്തെ റെക്റ്റാങ്കിളും ഒരേപോലെയുള്ള ഒരേ സൈസാണ്. അപ്പോൾ അതിനും അതേ സൈഡ്സ് CD എന്ന് തന്നെ കൊടുക്കാം. അപ്പോൾ നമുക്ക് Aയും Bയും Cയും Dയും ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. വലിയ റെക്റ്റാങ്കിൾ കട്ട് ചെയ്തിട്ടാണ് നടുക്കുള്ള 2 ട്രയാങ്കിൾസ് വരച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഈ സൈഡ്സ് ഇങ്ങനെ വരും. ഈ സൈഡ് Aയും ഈ സൈഡ് Bയും ആണ് അല്ലേ. ഇതാണ് Aയും Bയും ഫിഗറിൽ ഇങ്ങനെയാണ് വരിക. ഇനി Cയും Dയും എങ്ങനെ വരിക? ഈ 2 സൈഡിലുള്ള ട്രയാങ്കിൾസ് ആണ് ചെറിയ റെക്റ്റാങ്കിൾസ് കട്ട് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ Cയും Dയും എവിടെ വരും? ഇത് D ആണ്, ഇത് രണ്ടും C അല്ലേ. എങ്ങനെയാണ് റെക്റ്റാങ്കിൾ അറേഞ്ച് ചെയ്തിട്ട് ഉള്ളത് അല്ലേ. പിന്നെ ഈ ആംഗിൾസ് എന്താണ്? ഈ ആംഗിൾസ് ഒക്കെ 90 ഡിഗ്രിയാണ്. കാരണം എന്താണ്? ഇതൊക്കെ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് ആണല്ലോ. അപ്പോൾ ഈ ആംഗിൾസ് ഒക്കെ 90 ഡിഗ്രിയാണ്. അതായത് ഈ ആംഗിളും ഒക്കെ 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി നമുക്ക് ട്രയാങ്കിൾ ABF ഒന്ന് നോക്കാം. ആംഗിൾ A പെൻറ്റഗണിൻ്റെ ആംഗിളാണ്. പെൻറ്റഗണിൻ്റെ ആംഗിൾ കാണാൻ ഇക്വേഷൻ എന്താ? n-2 × 180 ഡിഗ്രി ബൈ n ആണ്. പെൻറ്റഗണിൻ്റെ സൈഡ് 5 ആയതുകൊണ്ട് എന്നിന് പകരം 5 കൊടുക്കുക. അപ്പോൾ 5 - 2 × 180 ഡിഗ്രി ബൈ 5. 5 - 2 3 അല്ലേ. അപ്പോൾ 3 × 180 ഡിഗ്രി ബൈ 5, ദാറ്റ് ഈസ് 180 ഡിഗ്രി ബൈ 5 36 ആണ്. 36 × 3 108 ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ A 108 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ FAB എന്തായിരിക്കും? FAB എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ. സോ ആംഗിൾ FAB എന്ന് പറയുന്ന ആംഗിൾ എയുടെ ഹാഫ് ആയിരിക്കും. ആംഗിൾ A 108 ഇല്ല. അപ്പോൾ 108 ഡിഗ്രി ബൈ 2 അതെത്രയാണ്? 54 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ആംഗിൾ FAB 54 ഡിഗ്രിയാണെന്ന് കിട്ടി. AB എന്ന് പറയുന്നത് എന്താണ്? AB എന്ന സൈഡ് 30 cm ആണ് അല്ലേ. കാരണം പെൻറ്റഗണിൻ്റെ എല്ലാ സൈഡ്സും 30 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ AB എന്താണ്? 30 cm ആണ് അല്ലേ. Cയും Dയും sin 54 വെച്ച് കണ്ടൂടെ. sin 54 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 54 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ് അല്ലേ. അപ്പോൾ 54ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താ? C ആണല്ലോ. സോ sin 54 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് C ബൈ ഹൈപ്പോട്ന്യൂസ്. ഹൈപ്പോട്ന്യൂസ് എന്താ? ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ്. 90 ഈ ട്രയാങ്കിളിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഈ 30 ആണല്ലേ, ബൈ 30 അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് C കാണാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ ബൈ 30യെ കിൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ × 30 ആവും. സോ 30 × sin 54 ഡിഗ്രി ഈസ് ഈക്വൽ ടു C. സോ C എന്ന് പറയുന്നത് എന്താണ്? 30 × sin 54. sin 54ൻ്റെ വാല്യൂ എത്രയാണ്? നമ്മുടെ പേജ് നമ്പർ 126 നോക്കാം. 0.8090 ആണ് അല്ലേ. × 0.8090. ഓക്കെ, അതെത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു, അത് പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാം. 8090 × 30. ദാറ്റ് ഈസ് ഇത്രയാണ്. പക്ഷേ 0.8090 ആണ്. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര വാല്യൂസ് ഉണ്ട്? 1 2 3 4 വാല്യൂസ് ഉണ്ട്. അപ്പോൾ ആൻസറിലും പോയിന്റ് കഴിഞ്ഞ് 4 വാല്യൂസ് വേണം. സോ ബാക്കിൽ നിന്ന് 4 കൗണ്ട് ചെയ്തിട്ട് പോയിന്റ് ഇടുക. 1 2 3 4 എന്നിട്ട് പോയിന്റ് ഇടുക. ആൻസർ 24.27. ബാക്കിയുള്ള 0 എടുക്കേണ്ട, കാരണം പോയിന്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന സീറോസ് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും സെൻറ്റിമീറ്റർ ആണ് എന്ത്? C എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു സൈഡ് കിട്ടി. C എന്ന സൈഡ് എന്താണ്? 24.27 ആണ്. ഓക്കെ, ഇനി D കാണാമല്ലോ. D കാണാൻ വേണ്ടിയിട്ട് cos 54 വെച്ച് കാണാമല്ലോ. cos 54 എന്ന് പറഞ്ഞാൽ എന്താ? 54ൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് അല്ലേ. 54ൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്?
അഡ്ജസൻറ്റ് സൈഡ് ഡി ആണ് അല്ലേ, അതായത് 54ൽ വരുന്ന ഒരു സൈഡ് ഹൈപ്പോന്യൂസ് അല്ലാത്ത സൈഡ് 54 ഡിഗ്രി ആംഗിൾ വരുന്ന ഹൈപ്പോന്യൂസ് അല്ലാത്ത സൈഡാണ് അഡ്ജസൻറ്റ് സൈഡ് അല്ലേ. അപ്പോൾ 54ൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഡി ആണ്. ഹൈപ്പോന്യൂസ് എന്താ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ്, അതേതാണ് 30 അല്ലേ. അപ്പോൾ ഡി ബൈ 30 ആണ് എന്ത് കോസ് 54 എന്ന് പറയുന്നത്. കോസ് 54 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഡി ബൈ 30. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഡി കാണാം. അതിന് വേണ്ടിയിട്ട് ഈ ബൈ 30 =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 30 ആകും. സോ 30 ഇൻറ്റു കോസ് 54 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഡി. സോ ഡി ഈസ് ഈക്വൽ ടു എന്താണ് 30 ഇൻറ്റു കോസ് 54ൻ്റെ വാല്യൂ നമ്മളെ പേജ് നമ്പർ 126ൽ നോക്കാം. 0.5878 ആണല്ലേ. ഓക്കെ, അതെത്രയാണ്? നമുക്ക് പോയിന്റ് ഇല്ലാതെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അതെത്രയാണ്? 5878 ഇൻറ്റു 30. ഇത്രയാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. പക്ഷേ 0.5878 ആണ്. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര വാല്യൂസ് ഉണ്ട്? 1 2 3 4. അപ്പോൾ ആൻസറിലും പോയിന്റ് കഴിഞ്ഞിട്ട് 4 വാല്യൂസ് വേണം. സോ ബാക്കിൽ നിന്ന് 4 കൗണ്ട് ചെയ്തിട്ട് പോയിന്റ് ഇടും. 1 2 3 4 എന്നിട്ട് പോയിന്റ് ഇടും. അപ്പോൾ എത്ര ആൻസർ? 17.6340 ആണ് അല്ലേ. 17.634 എടുത്താൽ മതി. ലാസ്റ്റ് വരുന്ന പോയിന്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന 0 എടുക്കേണ്ട ആവശ്യമില്ല. യൂണിറ്റ് എന്താ? സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പം നമുക്ക് ചെറിയ റെക്റ്റാങ്കിൾസിൻ്റെ രണ്ട് സൈഡ്സായി സിയും ഡിയും ആയി. ഇനി എയും ബിയും കാണണം. ബിയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് താഴെയുള്ള 30 സെൻറ്റിമീറ്റർ കിട്ടുക അല്ലേ. ബി പ്ലസ് ബി അതായത് 2b ആണ് എന്ത് 30 സെൻറ്റിമീറ്റർ. അപ്പോൾ ബി കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ ഇൻറ്റു 2നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ ബി ഈസ് ഈക്വൽ ടു 30/2. അതെത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ് എന്ത് ബി. ഓക്കെ, അപ്പം നമുക്ക് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് കൂടി കിട്ടി. ഇനി എ കൂടി കാണണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഏത് ആംഗിൾ? ആംഗിൾ EBH. ഓക്കെ, ഈ ആംഗിൾ കാണണം. ആ ആംഗിൾ കാണണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ ട്രയാങ്കിളില്ലേ AFB എന്ന ട്രയാങ്കിളിലെ ഈ ആംഗിൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ആംഗിൾ കാണാം. EBH കാണാം അല്ലേ. ആംഗിൾ ABF ഈസ് ഈക്വൽ ടു 180 മൈനസ് 54 പ്ലസ് 90 അല്ലേ. അതായത് മൂന്നാമത്തെ ആംഗിൾ, ഒരു ട്രയാങ്കിളിലെ മൂന്നാമത്തെ ആംഗിൾ കാണണമെങ്കിൽ 180ൽ നിന്നും ആ രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് മൈനസ് ചെയ്യുക അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 54 പ്ലസ് 90 എത്രയാണ്? 144 ആണ് അല്ലേ. ദാറ്റ് ഈസ് 180 മൈനസ് 144 എത്രയാണ്? 36 ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ ABF 36 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ EBH എന്തായിരിക്കും? ഈ വലിയ ആംഗിൾ എന്താണ്? ആംഗിൾ ബി എന്ന് പറയുന്നത് 108 ഡിഗ്രിയാണ് അല്ലേ. കാരണം പെൻറ്റഗണിൻ്റെ ഒരു ആംഗിൾ 108 ഡിഗ്രിയാണ് നമ്മൾ കണ്ട്. ആംഗിൾ EBHും ആംഗിൾ ABFും കൂടി കൂടുമ്പോഴാണ് നമുക്ക് 108 കിട്ടുക അല്ലേ. ഈ വലിയ ആംഗിൾ ബി 108 ആണ്. അതിൽ കുറച്ച് ഭാഗം 36 ആണ്. അപ്പോൾ ബാക്കി ഭാഗം എന്തായിരിക്കും? 108 മൈനസ് 36. സോ ആംഗിൾ EBH ഈസ് ഈക്വൽ ടു 108 മൈനസ് 36. അതെത്രയാണ്? 72 ആണ് അല്ലേ. അപ്പോൾ 72 ഡിഗ്രിയാണ് ആംഗിൾ EBH എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി എ കാണാമല്ലോ. ഇപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ നോക്കൂ. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 72 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 72 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് എ, അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ് ബി അല്ലേ. ഹൈപ്പോട്ന്യൂസ് അല്ലാതെ 72 ഡിഗ്രി വരുന്ന സൈഡാണ് അഡ്ജസൻറ്റ് സൈഡ്, അത് ബി ആണ് അല്ലേ. അപ്പോൾ എ ബൈ ബി എന്ന് പറയുന്നത് എന്താണ്? ടാൻ 72 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ടാൻ 72 ഡിഗ്രി വെച്ചിട്ട് നമുക്ക് എ കാണാം. ടാൻ 72 ഡിഗ്രി എന്ന് പറയുന്ന എ ബൈ ബി ആണ് അല്ലേ. ബി എന്ന് പറയുന്നത് എന്താണ്? 15 ആണ്. കാരണം 30 സെൻറ്റിമീറ്ററിൻ്റെ ഹാഫ് 15 ആണ് അല്ലേ. സോ എ ബൈ 15. അപ്പോൾ ഇതിൽ നിന്നും എയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ ബൈ 15 =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 15 ആകും. സോ 15 ഇൻറ്റു ടാൻ 72 ഡിഗ്രി ഈസ് ഈക്വൽ ടു എ. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? 15 ഇൻറ്റു ടാൻ 72 ഡിഗ്രി. ടാൻ 72 ഡിഗ്രി എത്രയാണ്? 3.0777 ആണല്ലേ. ഇതെങ്ങനെ കാണാം? അത് പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാം. 30777 ഇൻറ്റു 15.
ഇത്രയാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. പക്ഷേ 3.077 ആണ്. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര വാല്യൂസ് ഉണ്ട്? 1 2 3 4. അപ്പോൾ ആൻസറിലും പോയിന്റ് കഴിഞ്ഞ് 4 വാല്യൂസ് വേണം. സോ ബാക്കിൽ നിന്ന് 4 കൗണ്ട് ചെയ്തിട്ട് പോയിന്റ് ഇടാം. 1 2 3 4 എന്നിട്ട് പോയിന്റ് ഇടാം. അപ്പോൾ എന്താ ആൻസർ കിട്ടിയത്? 46.1658 ആണ് അല്ലേ. അപ്പോൾ 58ന് ഈ 8 എന്ന് പറഞ്ഞാൽ 5നേക്കാൾ വലിയ നമ്പറാണ്. അപ്പോൾ അത് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് 5 ഒന്ന് കൂട്ടി എഴുതാം. അത് 6 ആയിട്ട് എഴുതാം. ഓക്കെ, യൂണിറ്റ് എന്താ? സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ സൈഡ്സ് ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ അത് എത്രയാണ്? എ എത്രയാണ്? 46.16 സെൻറ്റിമീറ്റർ. പിന്നെ ബി അത് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. പിന്നെ സൈഡ്സ് ഓഫ് 2 സ്മോൾ റെക്റ്റാങ്കിൾസ് അത് എത്രയാണ്? സി എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 24.27 സെൻറ്റിമീറ്റർ. പിന്നെ ഡി അത് എത്രയാണ്? ഡി എത്ര കിട്ടിയിട്ടുള്ളത്? 17.634. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ്. ഓക്കെ, the perpendiculars in the picture below are drawn 1 centimeter apart. Prove that their heights are in an arithmetic sequence. What is the common difference? അതായത് താഴെ ഫിഗറിലെ ഈ ഹൈറ്റ്സ് ഇല്ലേ, അതായത് ഗ്രീൻ കളറിലുള്ള ഹൈറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അതായത് ഈ ഡിസ്റ്റൻസ് ഒക്കെ 1 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ്സ് ഒക്കെ ആര് സീക്വൻസിലാണെന്നും പ്രൂവ് ചെയ്യണം. കൂടാതെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹൈറ്റ്സ് നമുക്ക് H1 H2 H3 H4 എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ H1 H2 H3 H4 എന്നുള്ളത് അരിത്തമെറ്റിക് സീക്വൻസിലാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഈ ഡിസ്റ്റൻസ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് എക്സും പിന്നെ ഒരു 1 സെൻറ്റിമീറ്ററും കൂടി ആഡ് ചെയ്തല്ലേ, അപ്പോൾ x+1 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? x+1ൻ്റെ കൂടെ 1 ആഡ് ചെയ്തത് അല്ലേ, അതായത് x+1 + 1, അതായത് x+2 ആയിരിക്കും ഡിസ്റ്റൻസ്. അതേപോലെ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? കോർണറിൽ നിന്നും ലാസ്റ്റ് ഹൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? x+2ൻ്റെ കൂടെ 1 ആഡ് ചെയ്തത്, അതായത് x+2 + 1, അതായത് x+3 ആയിരിക്കും അല്ലേ. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിളാണ്. ഈ ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. കാരണം ഇതൊരു പെർപെൻഡിക്കുലർ ആണ്, അതുകൊണ്ട് ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് റൈറ്റ് ട്രയാങ്കിളാണ്. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ് എന്ത്? H1 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ tan 40 എന്ന് പറയുന്നത് എന്താണ്? tan 40 ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് H1 ആണ്, ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്താണ്? ഈ ട്രയാങ്കിളിൽ എക്സ് ആണല്ലേ. ഓക്കെ, ഇതിൽ നിന്ന് H1 കാണാം. അതിന് വേണ്ടിയിട്ട് ഈ ബൈ എക്സിനെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു എക്സ് ആകും. സോ എക്സ് ഇൻറ്റു tan 40 ഡിഗ്രി ഈസ് ഇക്വൽ ടു H1 അല്ലേ. അപ്പം ഇതാണ് H1ൻ്റെ വാല്യൂ. ഓക്കെ, എക്സ് ഇൻറ്റു tan 40 ഡിഗ്രി. അതേപോലെ ഈ ട്രയാങ്കിൾ നോക്കൂ. ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ എന്താ? 90 ഡിഗ്രി ആയിരിക്കും, കാരണം ഇതൊരു പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ് എന്ത്? H2 അല്ലേ. അപ്പോൾ ഇവിടെ tan 40 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? H2 ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്താണ്? 40 ഡിഗ്രിയുടെ സൈഡ് എന്ന് പറയുന്നത് x+1 ആണ് അല്ലേ. H2 കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ ബൈ x+1നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു x+1 ആകും അല്ലേ. സോ x+1 ഇൻറ്റു tan 40 ഡിഗ്രി ഈസ് ഇക്വൽ ടു H2. ഓക്കെ, അതേപോലെ 3 വരുന്ന റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിൽ tan 40 എന്ന് പറയുന്നത് എന്താ? H3 ബൈ x+2 ആണ് അല്ലേ. അപ്പോൾ H3 എന്ന് പറയുന്നത് എന്താ? x+2 ഇൻറ്റു tan 40 ഡിഗ്രിയാണ് എന്ത്? H3 എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ H4 വരുന്ന റൈറ്റ് ട്രയാങ്കിളിൽ tan 40 എന്ന് പറയുന്നത് എന്താണ്?
h4/x+3 ആണ് അല്ലേ. അപ്പോൾ h4 എന്ന് പറയുന്നത് എന്താണ്? x+3 ഇൻറ്റു tan 40 ആണ് എന്ത് h4 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ x+1 ഇൻറ്റു tan 40 എന്ന് പറയുന്നത് എന്താണ്? ഈ ബ്രാക്കറ്റിൽ ഓരോ ടേമുമായിട്ട് tan 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ അത് x ഇൻറ്റു tan 40 അത് എത്രയാണ്? x ഇൻറ്റു tan 40 ഡിഗ്രി, പിന്നെ 1 ഇൻറ്റു +1 ഇൻറ്റു tan 40 അതായത് tan 40 പ്ലസ് tan 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്താണ്? h2 അല്ലേ. അപ്പോൾ അടുത്തത് h3 എന്ന് പറയുന്നത് x+2 ഇൻറ്റു tan 40 ആണ് അല്ലേ. അപ്പോൾ ബ്രാക്കറ്റിലെ ഓരോ ടേമുമായിട്ട് tan 40 മൾട്ടിപ്ലൈ ചെയ്യണം. അത് x ഇൻറ്റു tan 40 ഡിഗ്രി പ്ലസ് പിന്നെയോ 2 ഇൻറ്റു tan 40 ഡിഗ്രി, 2 ഇൻറ്റു tan 40 ഡിഗ്രി ഇതാണ് എന്ത്? h3 എന്ന് പറയുന്നത് അല്ലേ. x+3 ഇൻറ്റു tan 40 എന്ന് വെച്ചാൽ ഈ ബ്രാക്കറ്റിലെ ഓരോ ടേമുമായിട്ട് tan 40 മൾട്ടിപ്ലൈ ചെയ്യണം. x ഇൻറ്റു tan 40 എന്ന് വെച്ചാൽ x ഇൻറ്റു tan 40 പ്ലസ് പിന്നെ 3 ഇൻറ്റു tan 40, 3 ഇൻറ്റു tan 40 ഡിഗ്രി ഇസിക്കൽ ടു ആണ് എന്ത്? h4 എന്ന് പറയുന്നത് അല്ലേ. h1 എന്ന് പറഞ്ഞാൽ x ഇൻറ്റു tan 40 ഡിഗ്രി അതാണ് ഫസ്റ്റ് ടേം. h1 എന്ന് പറയുന്നത് എന്താ? x ഇൻറ്റു tan 40 ഡിഗ്രിയാണ് അല്ലേ. h2 എന്ന് പറയുന്നത് നമ്മൾ കണ്ടു എന്താണ്? x ഇൻറ്റു tan 40 ഡിഗ്രി പ്ലസ് tan 40 ഡിഗ്രി. x ഇൻറ്റു tan 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ h1 ആണ് അല്ലേ. അപ്പോൾ h1 പ്ലസ് tan 40 ഡിഗ്രിയാണ് അല്ലേ. h3 എന്ന് പറയുന്നത് എന്താ? നമ്മൾ കണ്ടു എന്താ? x ഇൻറ്റു tan 40 ഡിഗ്രി അതാണ് h1 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ h1 പ്ലസ് 2 ഇൻറ്റു tan 40 ഡിഗ്രി അല്ലേ. h4 എന്ന് പറയുന്നത് എന്താണ്? x ഇൻറ്റു tan 40 ഡിഗ്രി അത് എത്രയാണ്? h1 ആണ് പ്ലസ് പിന്നെ 3 ഇൻറ്റു tan 40 ഡിഗ്രി അല്ലേ. ഈ സീക്വൻസിൽ ആദ്യം ഒരു നമ്പർ ഉണ്ട്, ഫിക്സഡ് നമ്പർ, അതാണ് എന്ത്? x ഇൻറ്റു tan 40 ഡിഗ്രി. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ tan 40 ഇങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോഴാണ് ഓരോ ടേം കിട്ടുന്നത് അല്ലേ. സോ ദിസ് സീക്വൻസ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്താ? tan 40 ഡിഗ്രിയാണ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പോൾ tan 40യുടെ വാല്യൂ എത്രയാണ്? 0.8391 ആണല്ലേ. ഇത് 0.8391 എന്ന് എടുക്കാം. ഓക്കെ. കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് റെഗുലർ പെൻറ്റഗൺ ഓഫ് സൈഡ്സ് 10 സെൻറ്റിമീറ്റർ. അതായത് 10 സെൻറ്റിമീറ്റർ സൈഡ്സ് ഉള്ള റെഗുലർ പെൻറ്റഗണിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, പേജ് നമ്പർ 159 പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏരിയ ഓഫ് പെൻറ്റഗൺ കാണാനുള്ള ഒരു ഇക്വേഷൻ അല്ലേ, അത് ½ ഇൻറ്റു പി ഇൻറ്റു എച്ച്, ഏരിയ ഓഫ് പെൻറ്റഗൺ അല്ലേ. പി എന്ന് പറയുന്നത് പെരിമീറ്റർ ആണ്, എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഈ സർക്കം സെൻറ്ററിൽ നിന്നും ഈ സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എച്ച്. ഈ ഫിഗറിൽ കൊടുത്തു നോക്കൂ. ഓക്കെ, അങ്ങനെയാണ് റെഗുലർ പെൻറ്റഗണിൻ്റെ സൈഡ്. ഇതേപോലെ ഏതൊരു പോളിഗണിൻ്റെയും ഏരിയ ഇങ്ങനെ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക അല്ലേ. ½ ഇൻറ്റു പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്, അതായത് സർക്കം സെൻറ്ററിൽ നിന്നും ഒരു സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ റെഗുലർ പെൻറ്റഗണിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പി കാണണം, അതായത് പെരിമീറ്റർ കണ്ടുപിടിക്കണം അല്ലേ. പെൻറ്റഗണിന് എത്ര സൈഡ്സ് ആണുള്ളത്? 5 സൈഡ്സ് ആണുള്ളത് അല്ലേ. അപ്പോൾ 5 ഇൻറ്റു ഒരു സൈഡ് എത്രയാണ്? 10. അപ്പോൾ 5 ഇൻറ്റു 10 അത് എത്രയാണ്? 50 സെൻറ്റിമീറ്റർ ആണ് എന്ത്? പെരിമീറ്റർ. ഇനി എന്ത് കണ്ടുപിടിക്കണം? എച്ച് കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു റെഗുലർ പെൻറ്റഗൺ വരയ്ക്കാം. റെഗുലർ പെൻറ്റഗൺ ഏകദേശം ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് സർക്കം സെൻറ്റർ എന്ന് നോക്കാം. അപ്പോൾ ഈ സർക്കം സെൻറ്ററിൽ നിന്നും ഒരു സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതാണ് എന്ത്? എച്ച്. അത് കണ്ടുപിടിക്കണം. ഒരു സൈഡ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ എന്തായിരിക്കും? അത് കാണാൻ വേണ്ടിയിട്ട് ഈ ഫുൾ ആംഗിൾ എന്താണ്? ഈ ഫുൾ ആംഗിൾ, ഈ കോർണറിലുള്ള ഫുൾ ആംഗിൾ എന്ന് പറയുന്നത് പെൻറ്റഗണിൻ്റെ ഒരു ആംഗിളാണ്. ABCDE എന്ന് നെയിം ചെയ്യുകയാണെങ്കിൽ ആംഗിൾ എ എന്ന് പറയുന്നത് എന്താണ്?
പെൻറ്റഗണിൻ്റെ ഒരു ആംഗിളാണ്. പെൻറ്റഗണിൻ്റെ ഒരു ആംഗിൾ കാണാൻ ഇക്വേഷൻ എന്താ? n-2 × 180 ഡിഗ്രി ബൈ n ആണ്. അപ്പോൾ റെഗുലർ പെൻറ്റഗണിന് 5 സൈഡ്സ് ആണുള്ളത് പെൻറ്റഗണിന് അല്ലേ. അപ്പോൾ എന്നിന് പകരം 5 കൊടുക്കുക. അപ്പോൾ 5 - 2 × 180 ഡിഗ്രി ബൈ 5. 5 - 2 3 അല്ലേ. അപ്പോൾ 3 × 180 ഡിഗ്രി ബൈ 5. 180 ഡിഗ്രി ബൈ 5 36 ആണ്. 36 × 3 108 ഡിഗ്രി അല്ലേ. അപ്പോൾ ആംഗിൾ എ 108 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ഇത് ഒ എന്ന് എടുക്കണമെങ്കിൽ ആംഗിൾ ഒ എ ബി എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ. അപ്പോൾ 108 ഡിഗ്രി ബൈ 2 അതെത്രയാണ്? 54 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ഈ ആംഗിൾ 54 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ഈ 54 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് എച്ച്. പിന്നെ ഈ അഡ്ജസൻറ്റ് സൈഡ് നമുക്കറിയാം 10ൻ്റെ ഹാഫ് അതത്ര 5 ആയിരിക്കും അല്ലേ. അപ്പോൾ tan 54 വെച്ചിട്ട് നമുക്ക് എച്ച് കാണാമല്ലോ. അപ്പോൾ tan 54 ഡിഗ്രി എന്ന് പറയുന്നത് എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എച്ച് ആണ്, ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്താണ്? 5. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എച്ച് കാണാതിന് വേണ്ടിയിട്ട് ഈ ബൈ 5നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ × 5 ആകും. സോ 5 × tan 54 ഡിഗ്രി = എച്ച്. ഓക്കെ, സോ എച്ച് എന്ന് പറയുന്നത് എന്താണ്? 5 × tan 54. tan 54 എത്രയാണ്? നമ്മൾ പേജ് നമ്പർ 126 നോക്കാം. tan 54 എത്രയാണ്? 1.3764 ആണ് അല്ലേ. 1.3764. ഓക്കെ, അപ്പോൾ അത് എത്രയാണ്? അത് പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാം. 13764 × 5 ഇതാണ്. പക്ഷെ 1.3764 ആണ്. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര വാല്യൂസാണ്? 1 2 3 4. അപ്പോൾ ബാക്കിൽ നിന്ന് 4 കൗണ്ട് ചെയ്തിട്ട് പോയിന്റ് ഇടുക. 1 2 3 4 6.882. ലാസ്റ്റ് വരുന്ന 0 എടുക്കണ്ട. അപ്പോൾ ഇത്രയും സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കാണാമല്ലോ, ഏരിയ കാണാമല്ലോ. ഏരിയ ഓഫ് പെൻറ്റഗൺ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു പെരിമീറ്റർ ഇൻറ്റു എച്ച് അല്ലേ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു പെരിമീറ്റർ എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? 50 സെൻറ്റിമീറ്റർ ആണ്. സോ 50 × എച്ച്. എത്രയാണ്? 6.882. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 50 എന്ന് വെച്ചാൽ 50/2. അത് 25 ആണ് അല്ലേ. അപ്പോൾ 25 × 6.882 അതെത്രയാണ്? നമുക്ക് പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ആൻസർ. പക്ഷേ 6.882 ആണ് അല്ലേ. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര വാല്യൂസ് ഉണ്ട്? 1 2 3. അപ്പോൾ ആൻസറിലും പോയിന്റ് കഴിഞ്ഞ് 3 വാല്യൂസ് വേണം. സോ ബാക്കിൽ നിന്ന് 3 കൗണ്ട് ചെയ്തിട്ട് പോയിന്റ് ഇടാം. 1 2 3 എന്നിട്ട് പോയിന്റ് ഇടാം. അപ്പോൾ ആൻസർ 172.05 ആണല്ലേ. 172.05. ലാസ്റ്റ് വരുന്ന 0 എടുക്കണ്ട. പോയിന്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന 0 എടുക്കേണ്ട ആവശ്യമില്ല. യൂണിറ്റ് എന്താ? സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ.